ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മഞ്ജുസ് ഡയറി ബുക്കിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ബട്ടറൊക്കെ വെച്ച് നല്ല അടിപൊളി ഒരു സൈഡ് ഡിഷാണ്, ദോശയ്ക്കൊക്കെ പറ്റിയ സൈഡ് ഡിഷാണ് തയ്യാറാക്കുന്നത്. ഇതിന് വേണ്ടുന്നത് ഞാൻ 2 മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. നല്ല പുളിയുള്ള തക്കാളിയാണ് എനിക്കുള്ളത്. അത് ഞാൻ ചെറിയ ക്യൂബ്സായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഞാൻ 2 മീഡിയം സൈസ് സവാള ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ ഞാൻ ഒരു 8-9 വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്ലൈസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, പച്ചമുളക് 2 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. അത് നെടുകെ പിളർന്ന് വെച്ചാണ്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടുന്നത് ബട്ടറും, പിന്നെ ഞാൻ ഇച്ചിരി ഒരു 5-6 കശുവണ്ടി കാഷ്യൂനട്ട് ഞാൻ വെള്ളത്തിൽ കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിലേക്ക് വേണ്ടത്. ഇനി നമുക്കിത് കുക്ക് ചെയ്യാം. ഞാനൊരു നോൺ സ്റ്റിക്ക് പാനിൽ ഒരു 1.5 ടീസ്പൂണ് ബട്ടർ ചേർത്തിട്ട് അതൊന്ന് ഉരുകാൻ വെച്ചിട്ടുണ്ട്. സ്റ്റൗ ചെറുതായിട്ട് ഓണാക്കിയിട്ട് അപ്പോൾ അതൊന്ന് ഉരുകി കഴിയുമ്പോൾ നമുക്ക് 1.5 സ്പൂൺ ബട്ടറിൻ്റെ കൂടെ ഒരു സ്പൂണ് ഓയിലൂടെ ഒഴിക്കുന്നുണ്ട്. ബട്ടർ ചൂടായി കഴിഞ്ഞ് നമുക്ക് കുറച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും ചേർത്ത് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്യാം. സോട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് സവാള ചേർക്കാം. വരണ്ട് കിട്ടുന്ന സമയം കൊണ്ട് നമുക്ക് ആ തക്കാളി അരിഞ്ഞ് വെച്ചിട്ടില്ലേ, അത് നമുക്കൊന്ന് മിക്സിയിലൊന്ന് അടിച്ചെടുക്കാം. തക്കാളി നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്ക് സൈഡിലിട്ട് മാറ്റി വെക്കാം. അപ്പോഴത്തേക്ക് നമ്മുടെ സവാള ഒന്ന് വരണ്ട് കിട്ടിയിട്ടുണ്ട്. അത് ഞാൻ ചൂടായി കഴിഞ്ഞ് ഞാൻ ജസ്റ്റ് ഒന്ന് മിക്സിയിലേക്ക് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ആ ബ്രൗൺ നിറം ആവേണ്ട, ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി. അതിൻ്റെ കൂടെ ഞാൻ ആ കാഷ്യൂനട്ടും അത് കുതിർത്താൻ വെച്ച് നല്ല വെള്ളമാണ് അതുകൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നമുക്ക് അരച്ച് കിട്ടിയിട്ടുണ്ട്. അധികം വെള്ളമില്ലാതാണ് അരച്ചെടുക്കേണ്ടത്. അപ്പോൾ നമുക്ക് വീണ്ടും ആ പാനിലോട്ട് നമുക്ക് ഈ അരച്ചത് ചേർത്ത് നമുക്ക് ഒന്നൊന്ന് വഴട്ടിയെടുക്കണം. വഴണ്ട് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 1/2 ടീസ്പൂണ് ബട്ടർ ചേർത്തിട്ടുണ്ട്. ഞാൻ 2 പച്ചമുളക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, അപ്പോൾ അതുകൂടെ ചേർത്തിട്ട് നമുക്ക് ആ പച്ചമണം ഒന്ന് മാറണം. വഴട്ടിയപ്പോൾ ഓൾറെഡി മാറിയിട്ടുണ്ട്. എന്നാൽ ആ നിറം ഒന്ന് ജസ്റ്റ് ഒന്ന് ഒരു ലൈറ്റ് ബ്രൗൺ ആകുമ്പം നമുക്ക് തക്കാളി അരച്ചത് ഇതിൻ്റെ കൂടെ ചേർക്കാം. ഈ തക്കാളി ഇതിനകത്ത് നമ്മൾ പച്ചയോടാണ് അരച്ചത്. അപ്പോൾ നമുക്ക് ആ തക്കാളി നല്ലപോലെ പച്ചമണം മാറുന്നിടം വരെ വഴട്ടിയെടുക്കണം. അപ്പം നല്ലപോലെ ഇട്ട് സോട്ട് ചെയ്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ ആ പച്ചമണം മാറുന്നിടം വരെ നമുക്കൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഇതിനകത്ത് നമുക്ക് ഇനിയും ഒരു ടീസ്പൂണ് 1.25 ടീസ്പൂണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. അതൊന്ന് മഞ്ഞൾപ്പൊടിയുടെ പച്ചമണം ഒന്ന് മാറുന്നുണ്ട് വഴറ്റി കഴിഞ്ഞിട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. അപ്പോൾ നമ്മൾ ഉപ്പ് ചേർത്തിട്ട് നമുക്ക് തക്കാളി ഉള്ളതുകൊണ്ട് പുളി ഉണ്ടായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേണം നമുക്ക് ഉപ്പ് ചേർക്കാൻ. നമുക്കത് നല്ലപോലെ പച്ചമണം മാറി വന്നിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പം 1.5 ടീസ്പൂൺ ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർക്കുന്നത്. അപ്പോൾ അത് ചേർത്ത് നമുക്ക് വീണ്ടും നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ടീസ്പൂൺ ആദ്യം മുളക് പൊടി ചേർത്തായിരുന്നു. പക്ഷേ അതിന് ഒരു കളറ് വരാത്തതുകൊണ്ട് ഞാൻ പിന്നെ 1 ടേബിൾ സ്പൂണൂടെ ചേർത്ത് മുളക് പൊടി ആഡ് ചെയ്തിട്ട് ഞാനൊന്ന് സോട്ട് ചെയ്തെടുത്തേ. നമുക്കിപ്പോൾ കാണാം, നമുക്കതിൻ്റെ കളറ് ചേഞ്ചായി വരുന്നുണ്ട്. നല്ല ഒരു ചെറിയ ബ്രൗൺ നിറമായി വരുന്നുണ്ട്, ഒരു റെഡിഷ് ബ്രൗണ്. അപ്പം നമുക്ക് ഇനി ലാസ്റ്റ് ഇതിനകത്ത് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് കുരുമുളക് പൊടിയാണ്. അപ്പോൾ ഞാൻ കുരുമുളക് ചതച്ചത് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ എരിക്കനുസരിച്ച് ഞാൻ ഒരു ടീസ്പൂൺ ഞാൻ ചേർത്തത്. അപ്പം നമുക്ക് എരി കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ കൂടുതൽ ചേർക്കാവുന്നതാണ്. ഇത് കഴിഞ്ഞ് ഒന്നുകൂടെ സോട്ട് ചെയ്തെടുത്തപ്പോഴത്തേക്ക് നമ്മുടെ കറിവേപ്പിലയൊക്കെ ഞാൻ ആവശ്യത്തിന് ഇട്ടിട്ടുണ്ട്. മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചേർക്കാം. എല്ലാം ചേർത്ത് കഴിഞ്ഞ് നമുക്ക് ഇത് വാങ്ങി വെക്കാം. അപ്പോൾ നമുക്ക് ഇഡലിക്കും ദോശയ്ക്കും വേണ്ടി ചപ്പാത്തിക്കായാലും ഒരു അടിപൊളി ടേസ്റ്റുള്ളൊരു സൈഡ് ഡിഷാണ്. അപ്പോൾ നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കണം. ബട്ടറൊക്കെ ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. കുറച്ച് ഒരു ഹെൽത്ത് ഓറിയൻറ്റഡ് ആണെങ്കിൽ നിങ്ങൾ ബട്ടറിൻ്റെ അളവ് കുറച്ച് ചേർത്താൽ മതി. പക്ഷേ ബട്ടറാണ് ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണേ. അപ്പം വീണ്ടും വരുന്നിടം വരെ ബൈ ഫ്രം മഞ്ജൂസ് ഡയറി.